God, and they're like, it's better than yours. Damn right, it's better than yours. I can teach you, but I have to charge. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് രാത്രി ആയപ്പോഴത്തേക്ക് എവിടെയെങ്കിലും രാത്രി ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകണം എന്നുള്ളൊരു നമ്മൾ പ്ലാൻ ചെയ്തിട്ട് എല്ലാവരും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ലുലുവിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ചേച്ചി ഇടുക്കിയിൽ നിന്ന് വന്നതുകൊണ്ട് ചേച്ചിക്ക് ഇവിടുത്തെ ലുലു കണ്ടിട്ടില്ല, അപ്പോൾ ചേച്ചീനെ ഒന്ന് ജസ്റ്റ് കാണിക്കണം. അതുമാത്രമല്ല, ഞാൻ ഇവിടുത്തെ ലുലുവിൽ സത്യം പറഞ്ഞാൽ ഒരു വട്ടേ പോയി, അതും അപ്പച്ചിയുടെ കൂടെ കേട്ടോ പോയത്. അന്ന് അപ്പച്ചിക്ക് കാല് വയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അപ്പോഴേ നമ്മൾ ഇറങ്ങിയായിരുന്നു. അപ്പം നേരെ ചൊവ്വേ ഞാനും നല്ല രീതിക്ക് സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. അപ്പം അമ്മ ഇതുവരെ ഇവിടെ ലുലു പോയിട്ടില്ല കേട്ടോ. അമ്മ അച്ഛൻ്റെ അടുത്ത് അങ്ങ് ഗൾഫിൽ പോയപ്പോഴത്തേക്കാണ് അവിടെ ലുലുവിലേ പോയിട്ടുള്ളൂ. അപ്പം ഇവിടുത്തെ ലുലുവിൽ അമ്മയും പോയിട്ടില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി എന്തായാലും അങ്ങോട്ട് പോവാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ നമ്മളെല്ലാവരും കൂടി ഇതാ ലുലുവിലെത്തി. എന്നിട്ട് അത് കാർ ടേക്കുന്ന ഏത് ബ്ലോക്കിലാണെന്നും കൂടി നോക്കിയിട്ടാണ് കേട്ടോ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് പോയത്, ഇല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് പെടും എന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നു. ഓക്കെ, ലുലു കാണണമെന്നും പറഞ്ഞ് ലുലുവിലെത്തി. അടുത്ത ലുലുവിൽ എവിടെ കയറണം, അടുത്ത ഏത് സ്റ്റോറിലോട്ട് പോകണം എന്നുള്ളതായി അടുത്ത ചർച്ച. അപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം, അപ്പോൾ നമുക്ക് എന്തായാലും ഹൈപ്പർ മാർക്കറ്റിൽ പോകണം. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോവാം എന്ന് ഉള്ള ഒരു പ്ലാനിങ്ങിൽ നമ്മൾ ഫസ്റ്റ് ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ പോയത്. ഇവരെ കൂടെ എന്തായാലും ഞാൻ നടന്നെത്തില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ വിജയശേഖരനെയും പിടിച്ച് നേരെ ഇച്ചിരി ഒന്ന് ബേക്കിലോട്ടായി. കാരണം എന്ന് വെച്ചാൽ പഴയത് കണക്ക് ഇവരെ കൂടെ ഓടി നടന്ന് എത്താനൊന്നും എന്നെക്കൊണ്ട് ഇപ്പം പറ്റത്തില്ല. അപ്പം ഞാനും വിജയശേഖരനും കൂടെ പതുക്കെ ബേക്കിൽ നടന്ന് പതുക്കെ ആസ്വദിച്ച് പതുക്കെ കേട്ടോ പോയത്. അവർ മുന്നേ പെട്ടെന്ന് പോയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. അതിനെക്കാട്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുലു കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത്ര പെട്ടെന്നാണ് സമയം പോകുന്നതെന്ന് നമുക്ക് പോലും അറിയത്തില്ല. കാരണം ഒരു 7:30 8 മണിക്ക് എത്താൻ കണ്ടാണ് നമ്മൾ അവിടെ എത്തിയത് കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ 10 മണിയും കണ്ടായിരുന്നു. അത്രയും സമയം ഇതിനു വേണ്ടിയിട്ട് എന്തോന്ന് പർച്ചേസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മേടിച്ചത്, അതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും മേടിച്ചില്ല. എന്തോ ആണ് ഇങ്ങനെ ഇത്രയും നടന്ന് ഞാൻ കണ്ടത് എന്ന് എനിക്ക് സത്യത്തിൽ അറിയത്തില്ല കേട്ടോ. ഇപ്പം ഞാൻ ചേച്ചിയെടുത്ത് വലിയൊരു വമ്പൻ ചർച്ച നടത്തിയെന്ന് പറഞ്ഞാൽ ചേച്ചി ഒരു ഫ്രൂട്ടിൻ്റെ പേര് പറഞ്ഞത് അതല്ല, ആ ഫ്രൂട്ടിൻ്റെ പേര് വേറെയാണ് എന്നൊക്കെ പറഞ്ഞ് ചേച്ചീനെ കാണിക്കാനായിട്ട് ഞാൻ പോയതാണ്. അതുപോലെ തന്നെ ഇത് ദീപാവലി സ്വീറ്റ്സ് ആണ് കേട്ടോ. ഇപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സ്പേസ് ആണ് കേട്ടോ എല്ലായിടത്തും. എല്ലാവരും ഇങ്ങനെ എൻ്റെ അടുത്ത് ചേട്ടനും അമ്മയും ചേട്ടനും ചേച്ചി എല്ലാവരും എൻ്റെ അടുത്ത് പറയാണ്, എടി നിനക്ക് ആവശ്യമുള്ള എന്തെന്ന് വെച്ചാൽ നീ മേടിക്ക്, അത് എന്തെങ്കിലും നിനക്ക് വേണമെന്നുള്ളതെല്ലാം മേടിക്ക് എന്നിങ്ങനെ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷേ സത്യത്തിൽ എനിക്കിതൊന്നും കണ്ടിട്ട് എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിന് പിടിച്ചതേയില്ല. എന്നിട്ട് ഞാൻ വിചാരിച്ചു ജസ്റ്റ് അവക്കാടോ മേടിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് എല്ലാത്തിനും ഇങ്ങനെ കുത്തി നോക്കിയായിരുന്നു. ഞാനും വിജയശേനും ഒക്കെ ഇങ്ങനെ പിടിച്ച് ഒന്ന് അമുക്കി നോക്കി. പക്ഷെ ഒന്നും പഴുത്തതല്ല, എല്ലാം പച്ചയാണ്. അതുപോലെ വേണ്ട, ഒരു അല്ലേലും വികാരവും ഇല്ലാത്തൊരു ഫ്രൂട്ട് ആയതുകൊണ്ട് എനിക്ക് പിന്നെ പ്രത്യേകിച്ച് വാങ്ങിക്കാനേ തോന്നിയില്ല. അപ്പോൾ വിജയശേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എടി നീ എന്തെങ്കിലും മേടിക്ക്, അതായത് നീ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തതായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട് എന്നാൽ മേടിക്ക് എന്ന് അങ്ങനെ കുറേ എൻ്റെ അടുത്ത് നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ ഒരു ഫ്രൂട്ട് നോക്കാം എന്ന് പറഞ്ഞ് ചറപറ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര നടക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ആപ്പിളൊക്കെ സ്പെഷ്യൽ ഓഫറിനൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്കായിട്ട് ഒരു ലോഡ് ഫ്രൂട്ട്സ് ഇപ്പോഴേ വീട്ടിൽ ഇരിപ്പുണ്ട്. പിന്നെ എന്തിനാണ് ഇവരെല്ലാവരും ഇങ്ങനെ നിർബന്ധിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് എന്തായാലും വിജയശേട്ടൻ്റെ സങ്കടം അങ്ങ് മാറ്റിക്കളയാമെന്നും പറഞ്ഞിട്ട് ഞാൻ എന്താ ഈ ഓറഞ്ച് കളറിലെ ഈ ഒരു മുസമ്പി പോലെ ഇരിക്കുന്ന ഈ ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഞാൻ മേടിച്ചത്. അത് സത്യം പറഞ്ഞാൽ ഇത് മറ്റേ കമ്പിളി നാരങ്ങ അല്ലെങ്കിൽ മറ്റേ നമ്മളിവിടെയൊക്കെ ബെംബ്ലീസ് എന്ന് പറയും, അതിൻ്റെ സെയിം കുഞ്ഞ് ഓറഞ്ചിൻ്റെ അത്രയുള്ളൂ. അതിനകത്ത് ഇതിൻ്റെ ടേസ്റ്റ് വൈസ് സെയിം അത് തന്നെ. അതുപോലെ തന്നെ അത് റെഡ് കളറായിരിക്കും. അത്ര ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മേടിച്ചത് ചുമ്മയായി പോയി, പൈസ പോയി എന്നുള്ളത് മാത്രമായിരുന്നു മിച്ചം. അത് വീട്ടിൽ വന്ന് കട്ട് ചെയ്ത് കഴിച്ചപ്പോഴാണ് മനസ്സിലായത്. അതിന് മുന്നേ എനിക്ക് മനസ്സിലായിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇവരെന്നെ കുറ്റം പറയത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫ്രൂട്ട്സേ വേണ്ട എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇവരെല്ലാവരും എന്നെ കൊണ്ട് പറഞ്ഞ് മേടിപ്പിച്ചതല്ലേ. അതുകൊണ്ട് അത് ഞാൻ മുന്നേ ഒരു പക്ഷേ കഴിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ മേടിക്കണം എന്നുള്ള നിർബന്ധം കാരണം ഞാൻ മേടിച്ചതാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്കതിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ.
അങ്ങനെ 1 മണിക്കൂറത്തെ നടത്തത്തോളം കഴിഞ്ഞിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഈ മരത്തിനടുത്തോട്ട് വന്നു. അതാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ കണ്ണുരുട്ടി നമ്മളിങ്ങനെ നോക്കിയൊക്കെ ചെയ്യും. അത് കൊള്ളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ KFC കഴിക്കാനായിട്ട് നേരെ വന്ന കേട്ടോ. KFC കഴിച്ച് തീർന്ന ഉടനെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പെപ്സി തട്ടി അറിയാതെ താഴെ എൻ്റെ തുണി കൂടിയും വീണ ടേബിൾ ഫുള്ളായിരുന്നു. കഷ്ടകാലത്തിനാണെങ്കിൽ എൻ്റെ കയ്യിലിട്ടത് വീഴുകയും ചെയ്ത് ഇവർ അത്രയും വായിരിക്കുന്നത് ഞാൻ കേൾക്കേണ്ടി വന്ന കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് ഒരു 2-2.5 മണിക്കൂറത്തെ പർച്ചേസിങ്ങിന് ശേഷം വീട്ടിൽ പോവാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.